ഇനി കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ പിണറായി വിജയൻ എടുത്തു മാറ്റിയ CCTV മുഖ്യമന്ത്രി ആരാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റീഇൻസ്റ്റാൾ ചെയ്യോ? BJP ആണ് വരുന്നതെങ്കിൽ BJP വരട്ടെ, നല്ല കാര്യങ്ങൾ വരികയാണെങ്കിൽ വരട്ടെ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഈ ആംബുലൻസിനെ വരെ പോയി ആക്സിഡന്റ് ആക്കിയ ഒരു കേസ് പിണറായി വിജയന്റെ ചരിത്രത്തിലുണ്ട്. ചായ വിറ്റ് നടന്നിരുന്ന ഒരാള് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാന്ന് പറഞ്ഞ ആളെത്തിയതിൽ ഏറ്റവും പരമോന്നത പദവിയാണ്. ഇനി അതിൽ കൂടുതൽ എത്താനൊന്നുമില്ല. ഇവിടെ എല്ലാവരും തുല്യരല്ല. ഞാൻ ഒരിക്കലും ശിവൻകുട്ടി എന്ന വ്യക്തിയെ അദ്ദേഹം ചെയ്ത തെറ്റിനെ മാത്രമേ ഞാൻ കുറ്റം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടിയെ വെച്ചാണ് അദ്ദേഹത്തെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാല് എനിക്കോ? എന്റെ അഭിപ്രായം ഞാനല്ലേ പറയണ്ടത്, നിങ്ങളല്ലല്ലോ. 10 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റൂല. നല്ല കാര്യങ്ങൾക്കനുസരിച്ച് ചീത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ട് പിണറായി വിജയൻ ഇതായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്തോ ഒരു കേസിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ A1 ടെക്നോളജി എന്നാ പറഞ്ഞത്. AI എന്ന് എഴുതിയത് A1 എന്നാണ് വായിച്ചത്. അത്ര പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയാത്ത, നൂതന സാങ്കേതിക വിദ്യയെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് സർക്കാരല്ലല്ലോ, കോടതിയല്ലേ. സർക്കാർ അത് പാലിച്ചിട്ടല്ലോ. ഗുജറാത്ത് കലാപം എവിടെ നടന്നതാന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ ഈ ഗ്രാമത്തിൽ നടന്നതെന്ന് ആരും പറയില്ല, ഇന്ത്യ എന്ന രാജ്യത്ത് നടന്നതെന്നാ പറയുള്ളൂ. അങ്ങനെയാണ് പുറത്തുള്ള ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇന്ത്യ മാത്രം സ്വതന്ത്രമാണെന്ന് പറഞ്ഞതിന് പിന്നിലുള്ള നിങ്ങളുടെ ഒരു മനോഭാവം എന്താണ്? നമ്മുടെ ഈ വർഷത്തെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പോ നിലവിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇലക്ഷൻ കോമരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കൂടുതലും സെലിബ്രിറ്റീസ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ സഫ്വാന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇങ്ങനെയുള്ളവർ ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ അവര് പ്രവർത്തിക്കാതെ അവരുടെ പ്രവർത്തന രീതി എന്താണെന്ന് അറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ എടുത്ത് ഞാൻ നോക്കിയത് അഖിൽമാരാർ എന്ന് പറയുന്നൊരു പുള്ളി ആദ്യം ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പ് ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിലും നല്ലത് ലുലുമാൾ പോയി മുണ്ട് പൊക്കി ആളെ കൂട്ടിയാൽ പോരെ, ആ ഒരു രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതേ ബിഗ് ബോസിൽ പുള്ളി പോയി. ഇപ്പോ റീസെന്റ് പുള്ളി 2 ദിവസം മുമ്പേ ഒരു ട്രോൾ ഞാൻ കണ്ടിരുന്നു. പുള്ളി പറഞ്ഞ് ബിഗ് ബോസ് 100 ദിവസം കണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായും എനിക്ക് വോട്ട് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ പുള്ളി പറയുന്ന ആ ഒരു കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിച്ചു. ഡബിൾ സ്റ്റാൻഡ്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ പൊളിറ്റിക്സ് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ല. ഇവരൊക്കെ ഈ ഒരു പൊതുപ്രവർത്തനം പോലുള്ള സംഭവങ്ങളൊന്നും ഇവര് കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പൊളിറ്റിക്സിന്റെ ഒരു ഭാവി? പൊളിറ്റിക്സ് ഇപ്പൊ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യം വിജയിനെ നോക്കണം. തളപതി വിജയ് കരിയറിന്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന ടൈമിലാണ് അദ്ദേഹം പൊളിറ്റിക്സ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഡിവോഴ്സ്, അതിന്റെ ഇഷ്യൂ, അതുപോലെ പുള്ളിയുടെ മകൻ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു, ഒരുപാട് ന്യൂസ് ഡെയിലി കണ്ടുപോകുന്നുണ്ട്. അവർ പ്രവർത്തിച്ചു തുടങ്ങാതെ ഇതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നല്ലതാണെങ്കിൽ വരട്ടെ, അത്രേ. സെലിബ്രിറ്റീസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭരണം കണ്ടത് സുരേഷ് ഗോപി സാറിന്റെയാണ്. സാറിന്റെ ഭരണം എങ്ങനെയുണ്ട്? സാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അതെ, പുള്ളിയുടെ ഭരണം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ ബിഹേവിയർ, അമ്മ ഒച്ച എടുക്കരുത്, കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. പുള്ളി കൈകൊണ്ട് കാണിക്കുന്ന ആക്ഷനൊക്കെ ഉണ്ട്, ഒരു പണ്ടത്തെ രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു രാജഭരണം ട്രാക്ക്, ആ ഒരു കാര്യത്തോട് മാത്രം വിയോജിപ്പുണ്ട്. പുള്ളി ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് പുള്ളി നല്ലത് ചെയ്തിട്ടുള്ളത്? ഞാൻ പുള്ളിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ പുള്ളിനെ ഇഷ്ടപ്പെട്ടത് പണ്ട് എയ്ഡ്സ് വന്നൊരു കുട്ടീനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പുള്ളി പോയ കുട്ടീനെ എടുത്ത് ചുംബനം കൊടുത്തൊരു കേസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ സൊസൈറ്റി ഇപ്പോ ഇന്ന് വരെ എയ്ഡ്സ് രോഗികളെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ കാലത്ത് അത്രയും മുമ്പ് മൊത്തം ഇതിനെതിരായിരുന്ന ടൈമിൽ പുള്ളി അങ്ങനെ കോൺഫിഡന്റോട് കൂടി മുന്നോട്ട് വരാൻ കാണിച്ചതിൽ പുള്ളിനോട് ഇപ്പോഴും റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറയുവാണ്, സുരേഷ് ഗോപി സാർ BJP-യിലേക്ക് ഭരണത്തിന് കയറിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം ജനങ്ങളിലേക്ക് ഇത്രയും വെറുപ്പുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? ഓൾറെഡി BJP എന്ന് പറയുന്ന ഒരു പാർട്ടിനോട് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും, ഇപ്പോൾ ബീഫിന്റെ ഇഷ്യൂ ആണെങ്കിലും ബീഫും ബിലീഫും ഇത് രണ്ടും അതെ, കേരള സ്റ്റോറി. ഒരിക്കലും കേരളം അങ്ങനെ അല്ല എന്ന് ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനത്തെ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് നോക്കാൻ അങ്ങനെ നീണ്ടെടുക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഇവിടെ കേരളത്തിൽ നിലവിലുണ്ട്. അതിനെ പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്യുക. ശരിക്കും ഇതുപോലുള്ള സിനിമകളും പിന്നെ എമ്പുരാൻ പോലുള്ള സിനിമകളൊക്കെ തടഞ്ഞതും അതും ഈ ഒരു BJP-യുടെ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയ്ക്കും ബ്രെയിൻലെസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം മുരളി ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാളുടെ മനസ്സിലുള്ള ചിന്തകളാണ് ആളുടെ സിനിമ. അപ്പോൾ ആ സിനിമനെ കട്ട് ചെയ്ത് കളയുന്ന സെൻസർ ബോർഡ് എന്നൊരു പ്രവണതയോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല.
മുരളി ഗോപി പറഞ്ഞ അതേ കാര്യം എനിക്കും പറയാനുള്ളത്. ഒരാളുടെ മനസ്സിലുള്ള വിഷൻ അത് മറ്റുള്ളവരിലേക്ക് എത്തുക. നല്ലതാണെങ്കിൽ ജനങ്ങൾ എടുക്കട്ടെ, ചീത്തതാണെങ്കിൽ എടുക്കണ്ട. ഇപ്പൊ PK എന്ന് പറയുന്ന അമീർ ഖാന്റെ ഒരു സിനിമ ഉണ്ട്. ഉം. ഇന്നത്തെ കാലത്താണ് അത് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ അമീർ ഖാൻ വന്നിറങ്ങുന്നു, ലാസ്റ്റ് ടൈമിൽ ടാറ്റ കാണിച്ചു പോകുമ്പോൾ അനുഷ്ക നിന്ന് ടാറ്റ കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു 2 സീൻ മാത്രമേ ആ സിനിമയിൽ ഉണ്ടാവുള്ളൂ, വേറെ ഒരു സീനും ഉണ്ടാവില്ല, ഫുൾ കട്ട് ചെയ്ത് കളയും. അതാണ് സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെ അത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ ജനറേഷനിൽ ജീവിക്കുന്ന കുട്ടികൾ, ഞാനൊക്കെ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് കേട്ട് പോയിട്ടുണ്ട്, പക്ഷെ അത് ഇത്ര വലിയൊരു നരഹത്യ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് എമ്പുരാൻ വന്നതിന്റെ ശേഷമാണ്. മറന്നുപോയൊരു ചരിത്രത്തെ ഈ ചരിത്രമൊന്നും ഒരു സ്കൂളിലും പഠിപ്പിക്കൂല. സ്കൂളിൽ പഠിപ്പിക്കുന്നത് ചെങ്കിസ് ഖാന്റെ ചരിത്രവും റോമൻ എംപയർ കെട്ടിപ്പടുത്തതും ഇത് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. പക്ഷെ ഇത് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ്. അതിവിടെ ഓർമ്മിപ്പിക്കാനും പഠിപ്പിക്കാനും ഒരു സിനിമ വരേണ്ടി വന്നു. അങ്ങനത്തെ സിനിമകൾ ഇനിയും വരട്ടെ. ഭരണത്തില് സഫ്വാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ലൊരു പാർട്ടി ഏതായിരിക്കും വരേണ്ടത്? വരേണ്ടത് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ രോഗാവസ്ഥയൊക്കെ എടുക്കുന്ന ചെഗ്വേര കാടും മലയൊക്കെ കയറി ഒരു പുഴ നീന്തിയിട്ടൊക്കെ തൻ്റെ ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ട്. ഇന്ന് കേവലം ഒരു വണ്ടിക്ക് വരാൻ വേണ്ടി എത്ര വണ്ടികൾ തടഞ്ഞിടുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ഒരു 1 വീക്ക് മുമ്പ് ഞങ്ങൾ ക്ലീൻഫൈ എന്ന് പറയുന്ന ഞങ്ങളൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ക്ലീൻഫൈയുടെ വർക്കിന് പോകുമ്പോൾ 4 സൈഡിൽ നിന്നും വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുക. കാര്യം മനസ്സിലായാലും ഒരു 3-4 മിനിറ്റോളം വെയിറ്റ് ചെയ്ത ശേഷം ഇതുപോലെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു, പുള്ളിയുടെ വണ്ടി പോയതിനു ശേഷമാണ് എല്ലാ വണ്ടികളെയും തുറന്നു വിട്ടത്. പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? പ്രൊട്ടക്ഷൻ അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും തുല്യരല്ലേ? അങ്ങനെയല്ലല്ലോ, നമ്മളെ സേവിക്കുന്നവരെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിരിക്കാം. റോട്ടിൽ ആദ്യത്തെ ഇമ്പോർട്ടൻസ് ആയിരിക്കാം ആംബുലൻസിലാണ്. ഈ ആംബുലൻസിനെ വരെ പോയി ആക്സിഡന്റ് ആക്കിയ ഒരു കേസ് പിണറായി വിജയന്റെ ചരിത്രത്തിലുണ്ട്. ഈ അടുത്തുണ്ടായതാണ്, ഒരു 1 ഇയർ 2 ഇയർ മുമ്പ് എന്താണെന്ന് തോന്നുന്നു. അതൊക്കെ ശരിയായ ഒരു പ്രവണതയാണോ? അത് ചിന്തിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ മറൈൻ ഡ്രൈവില് മോദിജി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നല്ലോ, ഒരുപാട് വണ്ടികളൊക്കെ പോയി. അപ്പോഴും ഈ സെയിം അവസ്ഥ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു പാർട്ടിനെ മാത്രം അടച്ചാക്ഷേപിച്ചതുകൊണ്ട് കാര്യം മാത്രമല്ല, ഞാൻ ഭരിക്കുന്നവർ എന്നാണ് ഉദ്ദേശിച്ചത്. ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവർ പാർട്ടിനെ ബേസ് ചെയ്തിട്ടല്ല ഞാനീ പറയുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ മോദിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചായ അടിച്ചു നടന്നിരുന്ന ഒരാള്, ചായ വിറ്റ് നടന്നിരുന്ന ഒരാള് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാന്ന് പറഞ്ഞ ആളെത്തിയതിൽ ഏറ്റവും പരമോന്നത പദവിയാണ്. ഇനി അതിൽ കൂടുതൽ എത്താനൊന്നുമില്ല. ശരിക്കും അതൊരു മോട്ടിവേഷനാണ്. പക്ഷെ ചായ അടിച്ച് നടന്നിരുന്ന ഒരാള് പറഞ്ഞിട്ട് ജനങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് മോട്ടിവേഷൻ ആയിട്ട് അതാണ് ഞാനും ചോദിക്കുന്നത്. അതന്നെയാണ് എന്റെ ചോദ്യം. അത്ര ചിന്തിച്ചാൽ മതി അദ്ദേഹം നല്ലൊരു ലീഡർ ആണോ അല്ലേ എന്നുള്ളതിന് എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു സുരേഷ് ഗോപി സാറിന്റെ കാര്യം, അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അതായത് മുൻപ് ഉണ്ടായിരുന്ന നടൻ എന്നതിലുപരി നല്ലൊരു പ്രവർത്തകൻ എന്ന രീതിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആൾ ഇന്ന് കാണിക്കുന്നത് ഒരുപാട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഫ്വാൻ മുമ്പും പറഞ്ഞായിരുന്നു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിൽ പോയിട്ട് കാണിച്ച അഭ്യാസങ്ങൾ. എന്നാൽ ഇന്ന് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് ആക്ഷേപിച്ചത്? ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി ചെയ്ത തെറ്റിനെ മാത്രമേ ഞാൻ ആക്ഷേപിച്ചിട്ടുള്ളൂ. ഞാൻ നോക്കുകയാണെങ്കിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ ചെയ്തൊരു കാര്യം ആലോചിച്ചാൽ അതെടുത്ത് മാറ്റിയാൽ വേറെ കുറെ നല്ല ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ഈ 90s കിഡ്സിനൊക്കെ ക്ലാസ് ഫോട്ടോ വാങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ ഒരുപാടുണ്ടാവും. അതുപോലെ 2K കിഡ്സിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. 2K കിഡ്സിന് ഉണ്ടാകുന്ന വിഷമങ്ങൾ, ഈ സ്കൂൾ കാലഘട്ടത്തിലെ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കലാകായികപരമായി കഴിവുള്ളവർക്ക് കലോത്സവത്തിന് മരണം കാരണോ എന്തെങ്കിലും രോഗം കാരണോ ഫൈനൽ വരെ എത്തിയിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെ ഈ അടുത്ത് എന്തോ ഒരു കേസിൽ വന്ന കുട്ടിനോട് വീട്ടിലിരുന്ന് മത്സരിച്ചു എന്ന് പറഞ്ഞ് പുതിയൊരു രീതി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശിവൻകുട്ടിയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഞാൻ പറയാണ്, ചെയ്ത കാര്യം ഇതിന്റെ അടിയിൽ കമന്റ് വരും ചിലപ്പോ, നീ എവിടെയെങ്കിലും ഉറച്ചിരിക്കുന്ന അതിന്റെ പോലെ എന്നും പറഞ്ഞ ആ രീതിയിലുള്ള ട്രോളുകൾ വരും, അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ശിവൻകുട്ടി എന്ന വ്യക്തിയെ അദ്ദേഹം ചെയ്ത തെറ്റിനെ മാത്രമേ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോഴും തെറ്റാണ്. പക്ഷെ അദ്ദേഹം എന്ന് പറയണേ ഞാൻ അന്ന് ചെയ്തത് തെറ്റാണ്, സ്റ്റുഡൻസ് ആരും സ്കൂളുകൾ തല്ലിപ്പൊളിക്കരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേറെയും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരാളോടോ ഒരു രാഷ്ട്രീയ നേതാവിനോടോ ഒരു വ്യക്തിയോടോ പേഴ്സണലായിട്ടോ ഒരു പ്രശ്നവുമില്ല. അവർ ചെയ്യുന്ന പ്രവർത്തികളാണ് ചിലത് അംഗീകരിക്കാൻ പറ്റാത്തത്. അല്ലാതെ ഒരാളോട് പ്രത്യേക സ്നേഹമോ താല്പര്യമോ അങ്ങനത്തെ ഒരു ചെയ്തോ വികാരമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനേക്കാൾ സുരേഷ് ഗോപി എന്ന മനുഷ്യനെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ വെച്ചാണ് അദ്ദേഹത്തെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാല് എനിക്കോ? എന്റെ അഭിപ്രായം ഞാനല്ലേ പറയണ്ടേ, നിങ്ങളല്ലല്ലോ.
പാർട്ടി വെച്ചില്ല, പ്രവൃത്തി വെച്ച. അപ്പൊ സുരേഷ് ഗോപി എന്ന നല്ലൊരു മനുഷ്യനെ ഈ ഒരു BJP എന്ന പാർട്ടിയിൽ വന്നതുകൊണ്ടാണോ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ആളുകൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തെ? ഒരു പരിധി വരെ പ്രവൃത്തിയും പാർട്ടിയും തമ്മിൽ കണക്റ്റഡ് ആവാം. പിന്നെ പാർട്ടിയിലോട്ട് വന്ന ശേഷം അമ്മയെ ഒച്ചയെടുക്കരുത്, കാര്യം പറഞ്ഞാൽ മതി, അതുപോലെ നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്, ആ ഒരു ഇതൊക്കെയാണ് കൂടുതൽ ട്രോളുകളായി മാറിയത്. പിണറായി സർക്കാരിന്റെ 10 വർഷം തികയാണ് ഭരണം. ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു ആളുടെ ഭരണം? 10 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റൂല. നല്ല കാര്യങ്ങൾക്കനുസരിച്ച് ചീത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 5 വർഷം നല്ല ഒരു പോസിറ്റീവ് വൈബിലാണ് ആളുകൾ എടുത്തത്. അതുകൊണ്ടായിരിക്കാം കേരള മന്ത്രിസഭ ഇന്ന് വരെ കാണാത്ത രീതിയിൽ വീണ്ടും തുടർഭരണം കിട്ടിയത്. അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്ത ഭരണം മാറി വരുമ്പോൾ ഇതിനപ്പം വിലയിരുത്തും. ഇപ്പൊ ചിലപ്പോൾ ഇന്ന് കുറ്റം പറഞ്ഞവര് ആൾ പുകഴ്ത്തി പറയാം. പക്ഷെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നോർത്ത് കൊറിയയിലെ പോലെ ഒരു ഏകാധിപതി എന്ന രീതിയിലോട്ട് കേരളത്തെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെങ്ങനെ? പല കാര്യങ്ങളിലായാലും സ്റ്റേജിലുള്ള പെരുമാറ്റം, മൈക്കിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അതൊക്കെ നോക്കുകയാണെങ്കിൽ ആ രീതിയിലാണ് എനിക്ക് കണക്ട് ആയത്. സ്വർണത്തിന്റെ കേസ് ഉണ്ടായിരുന്നില്ലേ ശബരിമല? അതെ, സ്വർണത്തിന്റെ കേസ് ഒന്നും ആവാതെ അത് മുങ്ങിപ്പോയി. അത് A1 ടെക്നോളജി അല്ലേ? അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു നേതാവ് പറഞ്ഞത്. പിണറായി വിജയൻ ഇതായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്തോ ഒരു കേസിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ A1 ടെക്നോളജി എന്നാ പറഞ്ഞത്. AI എന്ന് എഴുതിയത് A1 എന്നാണ് വായിച്ചത്. അത്ര പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയാത്ത, നൂതന സാങ്കേതിക വിദ്യയെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ഇലക്ഷനിൽ, ഇപ്പൊ ഇലക്ഷൻ 2 മാസത്തിനുള്ള ഇലക്ഷൻ അല്ലേ, ഇങ്ങനത്തെ ഇലക്ഷനിൽ യൂത്തിന്റെ പൾസ് അറിയുന്നവരൊന്നും നിൽക്കണം എന്നില്ല. കോമൺ സെൻസ് ഉള്ളവർ ഇലക്ഷനിൽ നിന്നാൽ ബെറ്റർ ആയിരുന്നു. ആരാണ് ഇനി അടുത്തൊരു സ്ഥാനത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്? അടുത്ത സ്ഥാനത്തേക്ക് ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. കേരളം നിലവിലെ ഭരണം വെച്ചിട്ട് ഏത് പാർട്ടി വരണം എന്നാണ് കുറച്ചും കൂടെ നല്ലത്? നിലവിലെ ഭരണം എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരാളോടും വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പില്ല, ഒരാളോടും പ്രത്യേക ഇഷ്ടമില്ല. നല്ല ഭരിക്കുന്നവരാരായാലും നല്ല ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യാൻ കഴിയുന്നവരാവട്ടെ, അത്രേ ഉള്ളൂ. BJP ആണ് ഭരണത്തിൽ വരുന്നതെങ്കിലോ? BJP ആണ് വരുന്നതെങ്കിൽ BJP വരട്ടെ, നല്ല കാര്യങ്ങൾ വരികയാണെങ്കിൽ വരട്ടെ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടായിരിക്കാം? സഫ്വാന്റെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് BJP ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്? ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വർഗീയത എന്നൊരു കാരണം തന്നെ ആവും മെയിൻ റീസൺ. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഗുണ്ടായിസം പോലുള്ള കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആവാം, അതൊന്നും ആവാം. വെള്ളപ്പൊക്ക സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത് BJP സർക്കാരാണ്. അതായത് ഫുഡിന്റെ കാര്യത്തിലായാലും അവരെ രക്ഷിക്കാനായാലും ഇവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും അന്നുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇന്നും അവരോട് കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ആ സമയത്ത് എല്ലാ പാർട്ടിക്കാരും മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ, പിന്നെ അവരെ മാത്രം സെപ്പറേറ്റ് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് ഇതൊരു പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല, ഒരു ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല. ഭരിക്കുന്നത് ആരാണോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചെയ്തു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പിണറായി വിജയനെ UDFകാര് കുറ്റം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് സഫ്വാന് പറയാനുള്ളത്? ഓപ്പോസിഷൻ പാർട്ടി അല്ലേ, എന്തായാലും കുറ്റം പറയുന്ന ഒരു രീതി എന്തായാലും ഉണ്ടാകും. പക്ഷെ ഉമ്മൻചാണ്ടിനെ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ CCTV ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഏത് സമയത്തും വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിണറായി വിജയൻ ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്തു മാറ്റിയത് അതാണെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ അത് പറയുന്നുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് അത് പറയാനുള്ള ഒരർഹതയില്ല. ഉമ്മൻചാണ്ടി നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ പിണറായി വിജയൻ എടുത്തു മാറ്റിയ CCTV മുഖ്യമന്ത്രി ആരാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റീഇൻസ്റ്റാൾ ചെയ്യുമോ? അതവർ ചെയ്യൂല, അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തിരുന്നു, പിണറായി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ നോക്കുന്നത് അതവർ ചെയ്താലോ? തന്ത്രമാണ്. ചെയ്താൽ നല്ലത്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരാളും പ്രത്യേക ഒരു താല്പര്യമില്ല. ആരും ഒറ്റ നോട്ടത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. വരട്ടെ, ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ അത് അവർ ചെയ്യണം. എന്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമല വിഷയത്തില് ഇനിയിപ്പോ LDF ആണ് വരുന്നതെങ്കിൽ ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ കയറ്റാൻ അനുമതി നൽകിയാൽ വലിയൊരു കലാപമോ വർഗീയതയോ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക. അതിനെപ്പറ്റി സഫ്വാൻ എന്താണ് പറയുന്നത്? സ്ത്രീകളെ കയറ്റാൻ അനുമതി നൽകുന്നത് LDF ആണെങ്കിൽ അപ്പൊ നോക്കിയാൽ മതി. ഈ വിഷയം പാർട്ടി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അപ്പോൾ മാത്രമേ വാല്യൂ ഉള്ളൂ. കോടതി വിധി പ്രകാരം വരുന്ന കാര്യം ഭരിക്കുന്നത് ആരാണോ അവര് മാന്യമായി നടപ്പിലാക്കുക. പക്ഷെ ഇത് വർഗീയത പരത്താനുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നു. ഇത് കോടതിനോട് പറയണ്ടേ, ഭരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അവരുടെ കൈകളിൽ ഒതുങ്ങുന്ന കാര്യമല്ല, കോടതിയുടെ തീരുമാനമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് കോടതി എന്താണോ വിധി
അത് കറക്റ്റായി പാലിക്കുക എന്നതാണ് ഭരിക്കുന്ന ഒരു നേതാവിന് ചേർന്ന ഒരു അനുയോജ്യമായ ഒരു കാര്യം. ഈ ഒരു സംഭവത്തിന്റെ താഴെ ധാരാളം കമന്റുകൾ കണ്ടിരുന്നു. എങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം പള്ളിയിലും സ്ത്രീകളെ ഒപ്പം കയറ്റാൻ അനുമതി നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഹിന്ദുക്കളെ എന്തും തൊട്ട് കളിക്കാം, മറ്റുള്ളവരെ തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്ന് സർക്കാരിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എന്നൊരു സംഭവം പറയുന്നുണ്ട്. അതായത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് സർക്കാരല്ലല്ലോ, കോടതിയല്ലേ. സർക്കാർ അത് പാലിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതുപോലെ കോടതി വിധി വരുമ്പോൾ ഏത് റിലീജിയനിലാണെങ്കിലും സർക്കാർ വേണ്ട പോലെ ഇടപെടണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേസിലും. അപ്പൊ അവർ ഒരുപാട് വിവേചനങ്ങൾ നമ്മുടെ നാട്ടില് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു ബില്ല് പാസ്സായതിന്റെ ഒരു പ്രക്ഷോഭമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനെ കുറിച്ച് സഫാൻ എന്താ പറയാനുള്ളത്? ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാനിതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കൂല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു വിഷയം തന്നെ. കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ നിന്ന് പോകും. അവർക്കും നമ്മളെ പോലെ ഒരു ഇക്വാളിറ്റി വേണ്ടേ? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ജന്മന അങ്ങനെ ആവുന്നവരും അതല്ലാതെ നടക്കുന്ന കുറെ പേരുണ്ട്. ആരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രതികൂലമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നിയമം വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ല അഭിപ്രായം. പക്ഷെ അവരെ കാരണം റിയൽ ആയിട്ടുള്ളവരും അതിൽ അനുഭവിക്കുമല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ എടുത്ത് കളയേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇവരെന്ത് ചെയ്യും? പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കാതെ വേറെ വഴിയില്ലല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ട്, ഇതുപോലെ ഒരു പീഡന കേസ്, പുള്ളി ട്രാൻസ്ജെൻഡർ ആണെന്ന് കോടതി എന്ന് പറഞ്ഞു. കോടതിക്ക് ഇതിൽ വേറെ ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ നിയമങ്ങൾ വരാതെ ഇവിടുത്തെ സ്ത്രീകൾ സുരക്ഷിതരല്ല. എന്തായാലും നിയമങ്ങൾ വരണം. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അത് കമ്മ്യൂണിറ്റിയെ കളയണം എന്നാണ് സഫാൻ പറയുന്നത്. നിയമങ്ങൾ വരണം, കമ്മ്യൂണിറ്റിയെ കളയാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ നിയമം. ഉള്ള നിയമങ്ങളെ കൂടുതൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പൊതുജനത്തിന്റെ മുൻകരുതൽ, അത്രേ ഉള്ളൂ. ഒരു സാമൂഹികമായ താല്പര്യപ്രകാരമുള്ള ഒരു മുൻകരുതൽ. അങ്ങനെയാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, ഒരു പാരന്റ്, ഒരു പുരുഷൻ, ഒരു അച്ഛൻ തൻ്റെ മകളായിട്ട് പോവാണ്. ആ മകൾക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? സ്ത്രീകളുടെ ടോയ്ലറ്റ് കൊണ്ടുപോകണോ അതോ പുരുഷന്റെ ടോയ്ലറ്റ് കൊണ്ടുപോകണം? സ്ത്രീകളുടെ ടോയ്ലറ്റ് കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ അച്ഛൻ കൂടെ കയറുക? കുട്ടിയൊന്നും ചെയ്യാനായിട്ടില്ല, സ്ത്രീകളുടെ ടോയ്ലറ്റിൽ അച്ഛൻ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ എന്ത് ചെയ്യും? കുഞ്ഞു കുട്ടിയാണോ? അതെ, ഡൈപ്പർ വയ്ക്കണം. അതൊരു എക്സ്ക്യൂസ് അല്ല. ശരിക്കും അവിടെ ചെയ്യേണ്ട കേസ്, അച്ഛൻ എന്ത് ചെയ്യുക? മറ്റൊരു സ്ത്രീനോട് പറഞ്ഞ കുട്ടിയെ വാഷ്റൂമിൽ ഒന്ന് കൊണ്ടുപോയിട്ട് വരുമെന്ന് ചോദിക്കുക. അതാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഇതേപോലെ കൂടിയിട്ട് നാളെ ഏതെങ്കിലും ഒരു പുരുഷൻ വന്ന് ഒരു പർദ്ദയിട്ട് റോഡ് കൂടെ അടങ്ങി നടക്കും. പക്ഷെ അവര് പറയുന്നത് അവർക്ക് സ്ത്രീയുടെ അവകാശം വേണം എന്നല്ല, അങ്ങനൊരു ട്രാൻസ്ജെൻഡർ എന്നൊരു കമ്മ്യൂണിറ്റി, അങ്ങനെ ജെൻഡർ വേണം. മനുഷ്യരാശിയുടെ തുടർന്നുള്ള ഒരു പ്രയാണത്തെ തന്നെ സാരമായി ബാധിക്കില്ലേ? പിന്നെ അതിന്റെ ആവശ്യം എന്താ? പോപ്പുലേഷൻ. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇത് അംഗീകരിക്കാത്തതുണ്ട്. റഷ്യ പോലും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യ എന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. എല്ലാ രാജ്യവും സ്വതന്ത്രല്ലേ? ഇന്ത്യനെ മാത്രം. എന്നാൽ അവിടെ ഏകാധിപത്യ ഭരണമാണ് കൂടുതലും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നോർത്ത് കൊറിയ. ഇന്ത്യയിലെ ഏകാധിപത്യ ഭരണമല്ലേ? അല്ല, അതിവിടെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എക്സാമ്പിൾ ചോദിച്ചോട്ടെ. പണ്ട് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ഹെൽമെറ്റ് വെച്ചും ചെടിച്ചട്ടി വെച്ചും രക്ഷാപ്രവർത്തനം നടത്തിയ ടീംസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നവകേരള യാത്ര സമയത്ത്. അപ്പൊ ഇന്ത്യ എങ്ങനെ ഏകാധിപതി അല്ല എന്ന് പറയാൻ പറ്റും? ഈ കേരളം ഇന്ത്യ വിട്ടതാണല്ലോ. അപ്പൊ ഇന്ത്യ എങ്ങനെ ഏകാധിപത്യ ഭരണം അല്ല എന്ന് പറയാൻ പറ്റും? ഇവിടെ നടക്കുന്നത് തന്നെയല്ലേ? ഇവിടെ ഏകാധിപത്യമാണോ? ഒരു കറുത്ത കൊടി പിടിച്ച് ഇന്ത്യ ഭരിക്കുന്നത് BJP അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ BJPക്ക് അത്രയും സ്ഥാനമില്ല? ഒരു BJPയിലെ ഒരു അംഗം വന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് ലഹള ഉണ്ടാക്കി കഴിഞ്ഞാല് ബാക്കിയുള്ള പാർട്ടിക്കാർ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ ഏത് പാർട്ടി ലഹള ഉണ്ടാക്കിയാലും ബാക്കി പാർട്ടിക്കാർ കണ്ടില്ല കേട്ടില്ല പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ഏകാധിപത്യമാകും? അവിടെ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ അതല്ലേ കൺട്രോൾ ചെയ്യേണ്ടത്, അതല്ലേ ഏകാധിപത്യം. ഓക്കെ, ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരളം. ഇതുപോലെ ഇന്ത്യക്ക് ഒരുപാട് പാർട്ടി ഉണ്ട്. അവിടെ നടക്കുന്നതും നമ്മൾ ഇന്ത്യയിൽ നടന്നു എന്നേ പറയുള്ളൂ. ഗുജറാത്ത് കലാപം എവിടെ നടന്നതാന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ ഈ ഗ്രാമത്തിൽ നടന്നതെന്ന് ആരും പറയില്ല. ഇന്ത്യ എന്ന രാജ്യത്ത് നടന്നതെന്നാ പറയുള്ളൂ. അങ്ങനെയാണ് പുറത്തുള്ള ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇന്ത്യ മാത്രം സ്വതന്ത്രമാണെന്ന് പറഞ്ഞതിന് പിന്നിലുള്ള നിങ്ങളുടെ ഒരു മനോഭാവം എന്താണ്? ഇന്ത്യ സ്വതന്ത്രമാണെന്ന് മറ്റുള്ള രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോകത്തെ ഏറ്റവും ശാന്തി സമാധാനം ഉള്ളത് ഫിൻലാൻഡിലാണ്. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് ഫിൻലാൻഡിനല്ലേ, ഇന്ത്യയല്ലല്ലോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. നിങ്ങള് മോദിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? മോദിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണാത്ത ആളുകളെ കുറിച്ച് നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നില്ലേ? അപ്പോ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടത് മാത്രമേ സത്യമുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് അത് അത്ര നല്ലൊരു പ്രവണതയല്ല.
അത്രേ ഉള്ളൂ. ഇന്ത്യ സ്വതന്ത്ര രാജ്യമല്ല, ഏകാധിപത്യമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല. മറ്റു രാജ്യങ്ങളിൽ അവരുടെ ഭരണാധികാരികളെ പറ്റി മോശമായി സംസാരിച്ചാല് കേസെടുക്കും, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം കൂടിയ വകുപ്പിനായിരിക്കും അവരെ ജയിലിൽ പിടിച്ചിടുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല എന്ന്. ചില കാര്യങ്ങളിൽ മാത്രം. അതാണ് ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ ഏതൊക്കെയാണ്? ഒന്ന് ഹെൽമെറ്റ് വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം, പിന്നെ അതുപോലെ ഇനിയൊരു ചോദ്യമില്ല എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോകുന്ന ആ ഒരു സാധനം, മൈക്കിനെ കസ്റ്റഡിയിൽ എടുത്ത്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട ആ ഒരു സാധനം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവര് പേഴ്സണൽ കാര്യങ്ങളല്ലേ. അതൊക്കെ എങ്ങനെയാ നമുക്ക് ഭരണമായി കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുക? ഭരിക്കുന്ന ആളുടെ പേഴ്സണാലിറ്റി അല്ലേ ഭരണം. പാർട്ടി എന്തിനാണ്? പാർട്ടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ഐക്യത്തിന് വേണ്ടിയിട്ട്. ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഐക്യമായി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനും പരമോന്നത പദവിയിൽ എത്തിക്കുന്നതിനും വേണ്ടി. എന്നിട്ട് ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഐക്യമാണോ? അടിപിടികൾ പാർട്ടിയിലുണ്ടാവും. അടിപിടികൾ മാത്രമാണ് സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് ഇപ്പോഴത്തെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പാർട്ടിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാന്ന്. നിങ്ങൾ നേരത്തെ ഏത് പാർട്ടി വരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ ഇപ്പൊ കണക്ട് ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇനി എന്താണ് അടുത്ത പരിപാടി? ഇനി അടുത്ത പരിപാടി അടുത്ത വർഷം പഠനം കംപ്ലീറ്റ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്ത് പോകണം എന്നാണ്. ഇനി മാർച്ച് 28-ന് ഞങ്ങളൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് വെക്കുന്നുണ്ട്. ഞാനും പിന്നെ മൗഗ്ലി ക്യാമ്പ് എന്ന് പറയുന്നൊരു ടീമും കൂടെ കൊളാബ് ചെയ്തിട്ടാണ് കൊടൈക്കനാൽ മന്നവന്നൂർ വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4-ാം തീയതി വേറൊരു പരിപാടി ഇതുപോലെ സംഘടിപ്പിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് പുരാതന കാലത്ത് ആളുകൾ എങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരുന്നു, അവരുടെ വീട് എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണ്, ആ രീതിയിൽ മമാഗയ എന്ന് പറയുന്ന ഒരു ടീമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ പേജ് ഞാൻ കൊളാബ് ചെയ്തിടാം, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. സഫ്വാന് ഇലക്ഷന് നിൽക്കാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല് ഏത് പാർട്ടിയിലായിരിക്കും നിൽക്കുക? ഏത് പാർട്ടി? ഞാൻ കമ്മ്യൂണിസത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ഒരു പാർട്ടി വന്നാൽ അതിലായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല, ജസ്റ്റ് പറഞ്ഞു പോവാ. ഇനി ഒരു അവസരം ലഭിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ കേരളത്തിലേക്ക് വരുത്തുക, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരുത്തുക? അറബിയിലൊരു ചൊല്ലുണ്ട്, അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് സമകാലികമായ അറിവാണ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേ ഞാൻ ചെയ്യുള്ളൂ. സമകാലികമായിട്ട് എന്താണോ ഇവിടെ ആവശ്യം അത് യുക്തിപരമായി ചിന്തിച്ച് നല്ലൊരു തീരുമാനം. എന്തൊക്കെയായിരിക്കും എന്നാലും നിലവില് ഇപ്പോഴത്തെ സഫ്വാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ആഗ്രഹം? ഇപ്പൊ മാറ്റങ്ങൾ വരുത്താന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന് നോക്കിയാൽ മതി. പിന്നെ എന്തൊക്കെ കാര്യത്തിലാണ് ജനങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത്, ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഒന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞൊരു സിനിമ ഇറക്കുക. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ജനഗണമന സിനിമയ്ക്ക് എങ്ങനെ റിലീസായി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് സെൻസർ ബോർഡ് ആ സിനിമ നേരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാവാം ജനഗണമനൊക്കെ റിലീസായി വന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എന്തായിരിക്കും? ഒരു ലാസ്റ്റ് പീരീഡ് ഇപ്പോൾ +2-ലൊക്കെ ഒരു 6 വിഷയം പഠിക്കാനുള്ളൂ. അപ്പോൾ അവസാനം ഒരു പീരീഡ് ഫ്രീ ആക്കി കൊടുക്കുക. ആ പീരീഡ് ഒരു ടീച്ചർ ക്ലാസ്സിൽ പ്രസന്റ് ആവുക, കുട്ടികളുടെ എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന്, അതുപോലെ ബേസിക് കുറച്ച് ലോ പോയിന്റ്സ് പഠിപ്പിക്കുന്നതിന്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാം.